കുമാദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് നടന്ന നമ്മളുടെ അരുന്ധതി തന്നെ പേടിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാതിരിക്കുന്ന എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. എന്തായാലും ഭാർഗവി ആണെങ്കിൽ പ്രഭാവതിയെയും കൊണ്ട് ജോത്സ്യനെ കാണാൻ പോയിട്ട് തിരിച്ചു വരുന്നത് ഭാർഗവിയുടെ വീട്ടിലോട്ട് തന്നെയാണ്. ആ സമയത്ത് ഗൗരി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിത് എവിടെ പോയതാന്ന് ചോദിക്കുമ്പം ആകെ സങ്കടത്തിലല്ലേ, അതുകൊണ്ട് ഒരു ജോത്സ്യനെ കാണാൻ പോയതാ. എന്നിട്ട് ജോത്സ്യനെ എന്ത് പറഞ്ഞു എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, ആകെ മുങ്ങി നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരു ആശ്വാസവാക്ക് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിന് അതൊരു സന്തോഷമല്ലേ, അതുകൊണ്ട് ജോത്സ്യർ പറഞ്ഞതൊക്കെ കേട്ടിട്ട് എനിക്കിപ്പോൾ ചെറിയ ആശ്വാസമൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയുമ്പോൾ ഗൗരി അകത്തേക്ക് വന്നും പറഞ്ഞ് ഈ പ്രഭാവതിയെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പ്രഭാവതി ചോദിക്കുന്നുണ്ട്, മുരളി ഇവിടെ ഇല്ലേന്ന്. ആ സമയത്ത് ഗൗരി ഞാനിപ്പോൾ മുരളിയേട്ടനെ വിളിച്ചുകൊണ്ടിരാന്നും പറഞ്ഞ് അകത്തേക്ക് പോയതും ഈ ഭാർഗവി വന്നിട്ട് പ്രഭകുഞ്ഞ് ഇവിടെ ഇരിക്കുക, ഞാൻ ചായ എടുക്കാമെന്നും പറഞ്ഞ് പോവാൻ നിൽക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, വേണ്ട ഭാർഗവി, ഇപ്പം എനിക്കൊന്നും വേണ്ട, ഇത് കുടിച്ചാലും ഇറങ്ങൂല, എന്തായാലും മുരളി വരട്ടെ, മുരളിയോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന്. അങ്ങനെ ഗൗരി ചെന്ന് മുരളിയോട് പറയുന്നുണ്ട്, പ്രഭയാൻറ്റി വന്നിട്ടുണ്ട്. പ്രഭയാൻറ്റിയോ, അതെന്താ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം അവർ അമ്മയും പ്രഭയാൻറ്റിയും കൂടി പുറത്ത് പോയേക്കാറുന്നില്ലേ, ഇപ്പം അവർ രണ്ടുപേരും തിരിച്ചു വന്നതാ, ഏതോ ഒരു ജോത്സ്യനെ കാണാൻ പോയതാന്നാണ് പറഞ്ഞത്. എന്തായാലും മുരളിയേട്ടനെ അങ്ങോട്ട് ചെല്ല്, പ്രഭയാൻറ്റി അന്വേഷിക്കുന്നുണ്ടെന്ന്. അങ്ങനെ മുരളിയാണെങ്കിൽ പ്രഭാവതിയുടെ അടുത്തേക്ക് വന്നതും പ്രഭാവതി ആകെ സങ്കടത്തിലാണ് ഇരിക്കുന്നത്. എന്നിട്ട് പ്രഭാവതി മുരളിയോട് ചോദിക്കുന്നുണ്ട്, നിൻ്റെ കൂട്ടുകാരനെക്കുറിച്ച് ഒരറിവും ഇല്ല അല്ലേടാന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ആൻറ്റി, ഒരറിവും ഇല്ല, എന്തായാലും പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അധികം വൈകാതെ തന്നെ നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുമെന്ന്. ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട്, എന്നാലും എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്, അവിടെ സിദ്ധുവിനോ ദേവികയ്ക്കോ ഗിരീഷിനോ വരെ ഒരു കുലുക്കോ ഇല്ല, അവരൊക്കെ കൂളായിട്ടാണ് നടക്കണേന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, എനിക്കും അതൊക്കെ തോന്നിയിട്ടുണ്ട് ആൻറ്റി, എന്തായാലും ഹരിസാറും എല്ലാവരും ചേർന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അവർക്ക് നല്ല വിശ്വാസമുണ്ട് നന്ദനെ അധികം വൈകാതെ തന്നെ കണ്ടെത്താൻ പറ്റുമെന്ന്. ഇനിയിപ്പോൾ നന്ദൻ സ്വയം എവിടെയെങ്കിലും പോയതാവാനാ സാധ്യത എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട്, അത് മുരളി പറഞ്ഞത് നേരെ, അവനൊരു ഡയറിയിൽ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അവനെ ആരൊക്കെയോ ചേർന്ന് ചതിച്ചെന്നൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. മാത്രമല്ല അരുന്ധതിയുടെ പേര് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ആ സമയത്ത് മുരളി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ നന്ദൻ അരുന്ധതി മേഡത്തിൻ്റെ പേര് എഴുതിയ, ഋഷിയെ കൊന്നത് പോരാഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവണില്ല മുരളി, എന്തായാലും അരുന്ധതിയുടെ ജീവൻ എടുക്കുന്ന രീതിയിലൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ നന്ദൻ എവിടെയെങ്കിലും മാറി നിന്നിട്ട് അതിനുള്ള തയ്യാറെടുപ്പാണോ എന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, ഇവനിത് എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് കാട്ടിക്കൂട്ടുന്നത്, ഇപ്പം തന്നെ ഒരു പ്രശ്നത്തിൽ നിന്ന് അവനെ രക്ഷിച്ചെടുക്കാൻ എല്ലാവരും നോക്കുമ്പം അവൻ എന്തിനാ ഇപ്പോൾ ആരോടും പറയാതെ പോയെന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, ചിലപ്പോൾ മനസ്സ് മടുത്തിട്ടായിരിക്കും, ആദ്യമൊക്കെ സ്റ്റേഷനിൽ ഹാജരാവാമെന്നും ശിക്ഷ ഏറ്റുവാങ്ങാമെന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് ജയിലിൽ പോണ കാര്യം ഓർത്തപ്പോൾ എൻ്റെ മോന് പേടിയായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അവൻ ആരോടും പറയാതെ നാട് വിട്ടു പോയേ, എന്തായാലും അവൻ തിരിച്ചൊന്ന് വന്നെങ്കിൽ മതിയായിരുന്നു എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതിയാണെങ്കിൽ ഇങ്ങനെ ആകെ ടെൻഷനിൽ തന്നെയാണ്, ചന്ദ്രോത്ത് പോയി വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ടായിരുന്നു. എന്തായാലും പ്രഭാവതി സ്വന്തം മകനെ കാണാതെ വിഷമിച്ച് നിൽക്കുക, എനിക്കാണെങ്കിൽ ഋഷി ഇവിടെ ജീവനോടെ ഉണ്ട്, എന്നിട്ടും ഋഷിയെ നന്ദൻ കൊന്നെന്നും പറഞ്ഞാലോ ഞാനവിടെ പോയി പ്രശ്നം ഉണ്ടാക്കിയത്, ശരിക്കും ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് നമ്മളുടെ CP അങ്ങോട്ട് വരുന്നത്. CP വന്നതും മേഡത്തോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണു. അന്നേരം അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്താ CP, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഉണ്ട് മേഡം, ചെറിയ പ്രശ്നമൊന്നുമല്ല, ഒരു വലിയ പ്രശ്നം തന്നെയാണ്, നന്ദനെ ആരും കടത്തിക്കൊണ്ട് പോയേക്കണമൊന്നുമല്ല. ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട്, CP എന്താ പറയണേ, നന്ദൻ ചന്ദ്രോത്തുണ്ടെന്നാണോ പറയണതെന്ന് ചോദിക്കുമ്പം, ഇല്ല മേഡം, നന്ദൻ ചന്ദ്രോത്തൊന്നുമില്ല, പക്ഷേ നന്ദൻ എങ്ങോട്ടോ സ്വയം പോയേക്കണതാ, അത് മാത്രമല്ല നന്ദൻ അവിടെ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട്, എന്ത് കുറിപ്പാണ് CP എഴുതി വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പം, നന്ദനെ ആരൊക്കെയോ ചേർന്ന് ചതിച്ചതാണെന്നും അവരോട് പ്രതികാരം ചെയ്യുമെന്നും അതിനുവേണ്ടി മാറി നിൽക്കണമെന്നും എല്ലാം എഴുതി വെച്ചിട്ടുണ്ടെന്ന്. ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട്, ആരുടെയെങ്കിലും പേര് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം, മേഡം, ഞാൻ പറയുമ്പോൾ മേഡത്തിനൊന്നും തോന്നരുത്, മേഡത്തിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് ദേവിക പറഞ്ഞതെന്ന്. ആ സമയത്ത് അരുന്ധതി ചോദിക്കുന്നുണ്ട്, CP എന്തൊക്കെയായി പറയണേ, എൻ്റെ പേരെന്തിനാണ് എഴുതി വെക്കണേന്ന് ചോദിക്കുമ്പം, മേഡത്തെ കൈ കിട്ടിയാൽ കൊന്നു കളയുന്ന നന്ദനെ എഴുതി വെച്ചേക്കണേ, അത് ദേവിക എന്നെ വന്ന് കണ്ട് പറഞ്ഞതാ. എന്തായാലും മേഡവും ദേവികയും കഴിഞ്ഞ ദിവസം ചന്ദ്രോത്ത് വെച്ച് ചെറിയ കശപിശി ഉണ്ടായല്ലോ, അതുകൊണ്ട് ദേവികയ്ക്ക് മേഡത്തെ വിളിച്ച് പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ദേവിക എന്നോട് പറഞ്ഞു വിട്ടിരുന്നു. അത് കേട്ടതും അരുന്ധതിയാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ CP, ഇത് വലിയ പ്രശ്നമാവുമെന്ന്, ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആ നന്ദന് ചതി പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൻ എന്നെ കൊല്ലാനും മടിക്കില്ല, അതുമാത്രമല്ല ഋഷീനെ കൊന്നു എന്നുള്ളൊരു കേസ് അവൻ്റെ തലയിലുണ്ടല്ലോ, ഒരാളെ കൊന്നാലും രണ്ടാളെ കൊന്നാലും
ശിഷ്യയൊക്കെ ഒന്നുപോലെ തന്നെയല്ലേ, എന്തായാലും ജയിലിൽ പോകാൻ തീരുമാനിച്ചു, അപ്പോൾ അവൻ എന്നെയും കൊന്നിട്ട് പോകാനായിരിക്കുമോ CP എന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല മാഡം. ദേവിക എന്നോട് പ്രത്യേകം പറഞ്ഞു മാഡത്തോടൊന്ന് കരുതിയിരിക്കാൻ, എപ്പോൾ വേണമെങ്കിലും അവൻ്റെ ഒരു ആക്രമണം ഉണ്ടാവാമെന്ന്. ആ സമയത്ത് അരുന്ധതിക്കാണെങ്കിൽ നല്ല പേടിയാവുന്നുണ്ട്. എന്നിട്ട് അരുന്ധതി പറയുന്നുണ്ട് ഇനി അവൻ ഇങ്ങോട്ടെങ്ങാനും വന്നാൽ ഋഷിയെ കാണൂലേ CP, അപ്പോൾ പിന്നെ ഋഷിയെ അവൻ വെറുതെ വിടുമെന്ന് ചോദിക്കുമ്പം അതും പ്രശ്നമാണ് മാഡം. എന്തായാലും മാഡവും ഋഷിയും ഒന്ന് സൂക്ഷിക്കണം, നല്ലതാണ്. എത്രയും പെട്ടെന്ന് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കണം. അന്നേരം അരുന്ധതി പറയുന്നുണ്ട് ഞാൻ എത്ര പ്രാവശ്യം CPയോടും ഋഷിയോടും പറഞ്ഞു ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാം, നിങ്ങളൊന്നിലും ഇടപെടണ്ട, ഞാൻ തന്നെ ദേവികയെ വിളിച്ച് സംസാരിച്ച് എല്ലാ പ്രശ്നവും പരിഹരിക്കാമെന്ന്. അപ്പം നിങ്ങളല്ലേ കേൾക്കാതിരുന്നത്, ഇനിയിപ്പോൾ അവൻ ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തട്ടെ, എന്തായാലും എൻ്റെ ജീവൻ എടുക്കാനായിട്ട് നന്ദൻ നടക്കാമല്ലേ എന്ന്. അത് കേട്ടതും CP പറയുന്നുണ്ട് ഇത് മാഡം നിസ്സാരമായിട്ട് കാണരുത്, എത്രയും പെട്ടെന്ന് മാഡം ഇതിനൊരു പ്രതിവിധി കണ്ടെത്തണമെന്ന്. അങ്ങനെ CP നിൽക്കാതെ തന്നെ ഈ അരുന്ധതിയാണ് ഈ ഋഷിയെ വിളിക്കുന്നുണ്ട്. ഋഷി താഴേക്ക് ഇറങ്ങി വന്നതും ഈ അരുന്ധതി പറയുന്നുണ്ട് നന്ദനെ ആരും തട്ടിക്കൊണ്ട് പോയതൊന്നുമല്ല, നന്ദൻ സ്വയമേ എവിടെയോ മാറി നിൽക്കണതാണ്, പക്ഷേ അത് ചന്ദ്രോത്തുള്ളവർക്കൊന്നും അറിയില്ല അവൻ എവിടെയാണ് നിൽക്കണേന്നൊന്നും. എന്തായാലും എനിക്കെതിരെ അവൻ്റെ ഒരു ഭീഷണി ഉണ്ടെന്ന്. ആ സമയത്ത് ഋഷി ചോദിക്കുന്നുണ്ട് എന്ത് ഭീഷണി അമ്മയെന്ന് ചോദിക്കുമ്പം എന്നെ കൊല്ലൂന്ന് അവൻ പറഞ്ഞേക്കണേന്ന്. അത് കേട്ടതും ഋഷി പറയുന്നുണ്ട് അതൊക്കെ അവൻ വെറുതെ പറയണതാ, അതൊന്നും ഓർത്ത് അമ്മ പേടിക്കുകയൊന്നും വേണ്ട, അവനും കൂടി വരട്ടെ അമ്മേനെ കൊല്ലാനായിട്ട്, അവനെ ഞാൻ കൊല്ലൂന്ന്. സമയത്ത് അരുന്ധതി CPയോട് പറയുന്നുണ്ട് കണ്ടില്ലേ CP ഇവനോട് എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് പറയുമ്പം CP ഋഷിയോട് പറയുന്നുണ്ട് മോനെ ഋഷി നീ പറയും പോലെയൊന്നും അല്ല കാര്യങ്ങൾ, അവനാണെങ്കിൽ ഒരു കൊലപാതകം തലയിൽ ചുമന്നുകൊണ്ട് നടക്കുക, അതിൻ്റെ കൂടെ എത്ര പേരെ കൊല്ലാനും അവന് മടി ഉണ്ടാവില്ല, അതുകൊണ്ട് ഋഷിയും മേഡവും സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ജീവന ആപത്താണ്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയും കെവിനെയാണ്. അരുന്ധതി വിളിച്ചു പറഞ്ഞ് വിവരങ്ങളൊക്കെ അറിഞ്ഞ ഇസബല്ല കെവിനോട് പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് നന്ദൻ എവിടെയാണ് ഒളിച്ച് താമസിക്കണേന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം, ഇല്ലെങ്കിൽ അവൻ നമ്മളെ ജീവനോടെ വിടൂലാന്ന്. ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട് എന്താ വല്ല പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അരുന്ധതി മേഡം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, മേഡം പറഞ്ഞത് നന്ദൻ വീട്ടിലൊരു കുറിപ്പ് എഴുതി വെച്ചിട്ടാണ് പോയെന്ന്, ആ കുറിപ്പിൽ ആരൊക്കെയോ ചേർന്ന് ചതിച്ചു എന്നും ആരെയൊക്കെയോ വകവരുത്താനുണ്ടെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് എഴുതിയേക്കുന്നത് അരുന്ധതി മേഡത്തിൻ്റെ പേരാണ്. അത് ദേവിക CPയോട് പറഞ്ഞതോടുകൂടി അരുന്ധതി മേഡം ഭയങ്കര പേടിയിലാണ്. ആ സമയത്ത് കെവിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ പേരും ഉണ്ടാവില്ല വല്ലാന്ന് ചോദിക്കുമ്പം അതൊന്നും അറിയില്ലടാ, എന്തായാലും നമ്മളൊന്ന് സൂക്ഷിച്ച് മുന്നോട്ട് പോകണേ നല്ലത്. എനിക്ക് തോന്നണേ നന്ദന് നമ്മുടെ കാര്യത്തിൽ എന്തോ സംശയം തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് അവൻ വീട്ടിൽ പറയാതെ മുങ്ങിയേക്കണേ, ഇനി അവൻ എന്തൊക്കെ ചെയ്യുമെന്നൊന്നും പറയാൻ പറ്റില്ല എന്ന്. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതെല്ലാം നമുക്ക് അവസാനിപ്പിക്കാം, അപ്പം നിനക്കല്ലായിരുന്നോ വാശി നന്ദനെ നിനക്ക് കിട്ടണമെന്ന്, എന്നിട്ടിപ്പോൾ എന്തായി, നന്ദനിപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ലല്ലോ എന്ന്. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും നന്ദനെ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്ക്, നിൻ്റെ പഴയ സുഹൃത്തുക്കളൊക്കെ ഇല്ലേ അവരെ ഒന്ന് വിളിച്ച് അന്വേഷിച്ച് നോക്ക്, അല്ലാതെ നന്ദനിത് എവിടെ പോവാനാ. ആ സമയത്ത് കെവിൻ പറയുന്നുണ്ട് എന്തായാലും നന്ദൻ സുഹൃത്തുക്കളുടെ ഒന്നും വീട്ടിലേക്ക് പോകാൻ സാധ്യതയില്ല, അവൻ വേറെ എവിടെയോ പോയി മറിഞ്ഞു നിൽക്കണതാ, അവൻ എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കണമെന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല, മിക്കവാറും അവൻ അരുന്ധതി മേഡത്തിൻ്റെ വീട്ടിൽ ചെല്ലുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യവും അവൻ മനസ്സിലാക്കും, പിന്നീട് എന്തൊക്കെ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് രജനീനെയാണ്. രജനിയാണെങ്കിൽ ഭയങ്കരമായിട്ടിരുന്ന് കരയുമ്പം സിദ്ധാർത്ഥൻ വന്നിട്ട് പറയുന്നുണ്ട് മോളെ നീ ഇങ്ങനെ കരയല്ലേ, ഈ സമയത്ത് നിനക്ക് ഇങ്ങനെ കരഞ്ഞാൽ ശരിയാവില്ല എന്ന് പറയുമ്പം പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എൻ്റെ അനിയനെയല്ലേ കാണാതെ അയക്കണേ, നിങ്ങൾക്കാണെങ്കിൽ അതിലൊരു ഉത്കണ്ഠ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, നിങ്ങൾക്ക് ആർക്കും ഒരു കൂസലും ഇല്ല, അച്ഛനും അതെ ദേവിക അതെ ഗിരി അതെ സന്തോഷത്തോടു കൂടി തന്നെ നടക്കണേന്ന് പറയുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് മോളിത് എന്തറിഞ്ഞിട്ടാണ് ഈ പറയണേ, പിന്നെ ഞങ്ങൾക്ക് നിങ്ങളെപ്പോലെ കരഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമോ, നമ്മളൊന്ന് സമാധാനമായിട്ടിരിക്കുക, ഹരിയേട്ടൻ എത്രയും പെട്ടെന്ന് നന്ദനെ കണ്ടെത്തുന്നു. അന്നേരം രജനി പറയുന്നുണ്ട് അച്ഛനിങ്ങനെ ഹരിയങ്കിൾ കണ്ടെത്തുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നോ, വേറെ ആരെങ്കിലും അന്വേഷണം ഏൽപ്പിക്കാനുള്ളതിന് ആ DYSPനെ ഏൽപ്പിച്ചപ്പോൾ തന്നെ പെശകി, അയാൾ നേരത്തെ ഋഷിയുടെ കേസ് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ, അതുപോലെ തന്നെയായിരിക്കും ഈ അന്വേഷണമെന്ന്. അന്നേരം സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് എന്തായാലും 2 ദിവസം കൂടി മോളൊന്ന് ക്ഷമിക്കുക, അതിനുള്ളിൽ നന്ദൻ തിരിച്ചു വരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിനെ തന്നെയാണ്. പ്രഭാവതി മുരളിയോട് പറയുന്നുണ്ട് എന്തായാലും നീ എത്രയും പെട്ടെന്ന് നിൻ്റെ കൂട്ടുകാരനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം, അവൻ വന്നില്ലെങ്കിൽ എൻ്റെ അവസ്ഥ എന്താവുമെന്ന് നിനക്ക് അറിയാലോ, അവനെ കാണാതെ എനിക്കൊരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല, ദേവികയാണെങ്കിൽ ഒരു വിഷമവും ഇല്ലാത്ത പോലെ നടക്കണമെന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട് എനിക്കും അത് തോന്നിയിരുന്നു, പക്ഷേ അതൊക്കെ നമ്മളുടെ തെറ്റിദ്ധാരണ ആൻറ്റി, ദേവികയ്ക്ക് നല്ല സങ്കടമുണ്ട്, ദേവിക അത് പുറമെ കാണിക്കണില്ലാന്നേ ഉള്ളൂ. പിന്നെ നന്ദനെ കണ്ടുപിടിക്കാൻ വേണ്ടി ദേവിക ഒരുപാട് സ്ഥലത്തു കൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ആരെയൊക്കെ കാണുന്നുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട് ദേവിക ആരെയാണ് കണ്ടതെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്ക് അറിയില്ല ആൻറ്റി, നന്ദനെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്തൊക്കെയോ ഏർപ്പാടുകൾ ദേവിക ചെയ്യുന്നുണ്ടെന്ന്. ആ സമയത്ത് ഭാർഗവി പറയുന്നുണ്ട് നീ പറയുന്നത് പോലെയുള്ള വിഷമമൊന്നും അവൾക്കുണ്ടെന്ന് എനിക്ക് തോന്നണില്ല, ഭർത്താവിനെ കാണാതായിട്ട്
ആ ഒരു സങ്കടത്തിലാണെങ്കിൽ അവളിങ്ങനെ പാർട്ടിക്കാരും അന്വേഷിച്ചുകൊണ്ട് നടക്കൂലല്ലോ. അവളിപ്പോൾ എന്നും ഓരോരോ കാര്യങ്ങൾക്കായിട്ട് പോവുമല്ലേ, അല്ലാതെ നന്ദനെ കാണാത്ത വിഷമം കൊണ്ട് കരഞ്ഞിരിക്കുമൊന്നും അല്ലല്ലോ. അന്നേരം മുരളി പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാണ് ഈ പറയണത്? ദേവിക ഒരു MLA അല്ലേ, MLAയുടെ കാര്യങ്ങളൊക്കെ MLA തന്നെ ചെയ്യണ്ടേ, അല്ലാതെ എൻ്റെ ഭർത്താവിനെ കാണാനില്ല എന്നും പറഞ്ഞ് MLA വീട്ടിലിരുന്നാൽ ശരിയാകുമെന്ന് ചോദിക്കുമ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, അത് മുരളി പറഞ്ഞത് നേരെ. ഒരു MLA ആകുമ്പോൾ ഒരുപാട് കടമകളുണ്ട്, അത് ചെയ്യുകയും ചെയ്യണം എന്ന് വിചാരിച്ച് നന്ദനെ കാണാത്ത കാര്യത്തിൽ ദേവികയ്ക്ക് അത്ര വലിയ ഉത്കണ്ഠ ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നണില്ല എന്ന്. ഇത് കാണിക്കുന്നത് നമ്മളുടെ ഇസബല്ലേനെയാണ്. ഇസബല്ലയാണെങ്കിൽ അരുന്ധതിയുടെ വീട്ടിലേക്ക് വന്നേക്കാണ്. അരുന്ധതി ഇസബല്ലേനെ കണ്ടതും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ ഇപ്പോൾ സമാധാനമായില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ എല്ലാ സത്യങ്ങളും ഞാൻ ദേവികയോട് തുറന്നു പറഞ്ഞ് ഈ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാമെന്ന്. അപ്പം നിങ്ങളല്ലേ നന്ദനെ തട്ടിക്കൊണ്ടു പോകാൻ പ്ലാൻ ചെയ്തത്, എന്നിട്ട് നീ പറഞ്ഞു നന്ദൻ നിൻ്റെ കസ്റ്റഡിയിലുണ്ടെന്ന്. എന്നിട്ടിപ്പോൾ എവിടെ? നന്ദൻ ആരുടെയും കസ്റ്റഡിയിലും ഇല്ല. നന്ദൻ എവിടെയാണെന്ന് ചന്ദ്രോത്തുള്ളവർക്ക് പോലും അറിയില്ല. അതുമാത്രമല്ല, നന്ദൻ എന്തൊക്കെയോ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അവൻ എന്നെ കൊല്ലൂന്നൊരു കുറിപ്പ് എഴുതി വെച്ചിട്ട് അവിടുന്ന് പോയേക്കണേന്ന്. ആ സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, ഇനിയിപ്പോൾ പാപ്പൻ പറഞ്ഞതുപോലെ മൂന്നാമതൊരാളായിരിക്കോ ഇതിൻ്റെയൊക്കെ പിന്നിൽ. എന്തായാലും നന്ദന് വേറെ ശത്രുക്കളുള്ളതായിട്ടൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇനിയിപ്പോൾ നമ്മളെ മനഃപൂർവ്വം കളിപ്പിക്കാൻ വേണ്ടിയിട്ട് നന്ദൻ മാറി നിൽക്കണേയായിരിക്കും. അതിന് നന്ദന് സപ്പോർട്ടായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, കളി മാറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഈ നാടകം അവസാനിപ്പിക്കണം, ഇല്ലെങ്കിൽ അത് എല്ലാവർക്കും ദോഷം ചെയ്യും. ആ സമയത്ത് ഋഷി പറയുന്നുണ്ട്, എന്ത് ദോഷം ചെയ്യുമെന്ന് അമ്മ പറയണത്? ഞങ്ങൾ കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, നന്ദനെ ഒന്ന് പറഞ്ഞ് പറ്റിച്ചു എന്നല്ലേ ഉള്ളൂ, അതിപ്പോൾ ഇത്ര വലിയ തെറ്റൊന്നും അല്ല എന്ന് പറയുമ്പം, അതല്ല മോനെ ഞാൻ പറയണത്, നീ ഒന്ന് കേൾക്ക്. നന്ദനിപ്പോൾ ഭയങ്കര ശത്രുതയില നിൽക്കണേ, അവൻ എന്ത് ചെയ്യാനും മടിക്കില്ല. അതുമാത്രമല്ല, അവൻ അവിടെ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടെന്ന് ദേവിക നമുക്ക് മുന്നറിയിപ്പും തന്നിട്ടുണ്ട്. എന്നെ കൊല്ലാൻ അവൻ പ്ലാൻ ചെയ്തേക്കണേ. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതെല്ലാം അവസാനിപ്പിക്കാം മോനെ എന്ന് പറയുമ്പം ഋഷി പറയുന്നുണ്ട്, എന്തായാലും ഞാനൊന്നും അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അവൻ അമ്മയെ കൊല്ലാനായിട്ട് ഇങ്ങോട്ട് വന്നാൽ അവൻ്റെ കാര്യം ഞാൻ ഏറ്റു, പിന്നെ അവൻ ജീവനോട് ഇവിടുന്ന് തിരിച്ചു പോകില്ല എന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഗിരീഷിനെയാണ്. ഗിരീഷിനാണെങ്കിൽ രജനിയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് അവിടെ നിന്ന് വന്നപ്പോഴേ പറഞ്ഞില്ലേ ആവശ്യമില്ലാതെ ദേവികയുടെ അടുത്ത് ഓരോന്ന് പറയാനും ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാനും നിൽക്കരുതെന്ന്. എന്നിട്ട് നീ അതിന് വിപരീതമായിട്ടല്ലേ ഇവിടെ കിടന്ന് എല്ലാം കാട്ടിക്കൂട്ടിയെന്ന് പറയുമ്പം ഗിരി എന്തൊക്കെയാണ് ഗിരി ഈ പറയണത്? കാണാതായിരിക്കുന്നത് എൻ്റെ അനിയനെയാണ്, അപ്പോൾ എനിക്ക് വിഷമമില്ലാണ്ടിരിക്കുമെന്ന് ചോദിക്കുമ്പം അതിപ്പോൾ എല്ലാവർക്കും വിഷമമുണ്ട്, നിന്നേക്കാളും വിഷമം ഉണ്ടാവും ദേവികയ്ക്കെന്ന് പറയുമ്പോൾ ഈ രജനി പറയുന്നുണ്ട്, അവൾക്ക് ഒരു വിഷമമില്ല, അതവളുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അവളിപ്പോൾ വലിയ MLA ഒക്കെ അല്ലേ, അതുകൊണ്ട് തന്നെ ഒരു തൊഴിലും ഇല്ലാത്ത നന്ദൻ ഭർത്താവെന്ന് പറയാൻ തന്നെ അവൾക്ക് നാണക്കേടായിരിക്കും. അതുകൊണ്ട് നന്ദൻ എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്ന് തന്നെയായിരിക്കും അവൾ വിചാരിക്കണേന്ന്. ആ സമയത്ത് അത് കേട്ടുകൊണ്ട് വന്ന സിദ്ധാർത്ഥൻ മതി നിർത്തടി എന്നും പറഞ്ഞ് രജനീനെ വഴക്ക് പറയുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.